ഹലോ. അപ്പോൾ എന്താണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. ഇതൊരു വലിയ കുക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല, എന്നാൽ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ സാറ സ്കൂളിൽ പോയി. അപ്പോൾ സാറയ്ക്ക് ഏകദേശം തിരിച്ച് വരേണ്ട സമയമായി. അപ്പോൾ സാറാനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ സൈറുവിനെ ഡ്രസ്സൊക്കെ മാറ്റി അതിന് ശേഷം പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ സാറാനെ വിളിക്കാൻ പോകാനായിട്ട് ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഞാനിതാ ഒരു സിനിമയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ ഫിലിമാണ് എനിക്ക് ഭയങ്കര കണ്ടിരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിന് ശേഷം ഇതാ സൈറു ആണെങ്കിൽ ഷൂ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇട്ട് തരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അവൾക്ക് മനസ്സിലായി, ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ അവൾക്ക് മനസ്സിലായി നമ്മൾ സാറാനെ പിക്ക് ചെയ്യാൻ വേണ്ടി താഴേക്ക് പോവാന്നുള്ളത് അവൾക്ക് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്യും, അവളും വരാൻ വേണ്ടി റെഡിയാകുകയാണ്. അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിൽ കയറുകയാണ്. ഇപ്പോൾ ഇന്നും കുറച്ച് നേരത്തെയാണ്. സൈറ ഇപ്പോൾ ഒരു ടൈം ടേബിൾ എന്നുള്ള രീതിയിൽ ഇപ്പം ആ ഒരു സൈറാനെ വിളിക്കാൻ പോകുന്ന ടൈമിൽ ഉറങ്ങുന്നില്ല. എപ്പോഴും രാവിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരത്തെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ 2 ദിവസം അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ ബാക്കി എല്ലാ ദിവസങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും സാറാനെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ സൈറു എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സൈറു ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആ സമയത്ത് അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ആ സമയത്ത് വിളിക്കാൻ പോകലും ഒരുങ്ങലും താഴേക്ക് റെഡിയായി പോകലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എൻ്റെ കൂടെ ഇപ്പോൾ എപ്പോഴും താഴേക്ക് ഇറങ്ങി വരുന്നതും. അതുകൊണ്ട് തന്നെ സൈറു കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു 10 മിനിറ്റ്സ് മുന്നേ ഒക്കെ താഴേക്ക് പോയേക്കും. അപ്പോൾ താഴെ പോയിട്ട് അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ പോയേക്കും. ഇന്നും അത്യാവശ്യം നേരത്തെ തന്നെയാണ്, ഒരു 10 മിനിറ്റ്സ് മുന്നേയൊക്കെയാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയത്. അപ്പം എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ എന്നും ഇരിക്കുന്ന ആ ഒരു എൻ്റെ ഒരു ചെയർ ഉണ്ടല്ലോ, അവിടെ ഇന്ന് കുറേ ആൾക്കാരൊക്കെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് പോസ്റ്റ് കിട്ടി. അപ്പോൾ കൊച്ചിനെയും വെച്ചുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ്സ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് റിസപ്ഷൻ ഏരിയയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തപ്പോഴത്തേനും ഞാൻ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തെ വ്യൂവും കാര്യങ്ങളും ഒക്കെ നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പുറത്തേന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് അങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടു. ബേർഡ്സൊക്കെ നല്ല ദാഹിച്ചും ചൂടത്ത് കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിൽ വെള്ളം വെച്ചിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഞാൻ കണ്ടു. അതൊരു ആശ്വാസമാകും. പിന്നെ അതിന് ശേഷം ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം, ഡേറ്റ്സ് ഫാമിൽ ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം മൂത്ത് എല്ലാം റെഡി ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ ജസ്റ്റ് ഞാനിവിടെ നിന്ന ഏരിയ ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മുടെ നൈബർ ബിൽഡിങ്സുകളാണ് ഇതൊക്കെ. ഒരുപാട് പുതിയ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഏരിയയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ട് ഒരുപാട് ഫ്രീ സ്പേസ് ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ പോലെ ബിൽഡിങ്ങുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷനും പണിയും കാര്യങ്ങളും തിരക്കും കാര്യങ്ങളും ഒരു ബിസി ഏരിയ ആയിട്ട് മാറാൻ പോവുകയാണ്. നല്ല ഒരു ഗ്രാമീണ അന്തരീക്ഷമായിരുന്നു. ഒരു തിരക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ തിരക്കിൽ നിന്ന് വന്ന് തിരക്കൊന്നും ഇല്ലാത്ത തിരക്കൊക്കെ കുറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തിരക്ക് പിടിച്ച ഒരു ഏരിയ ആയിട്ട് മാറാൻ പോവാണ്. ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. സൈറൂനെ ഞാൻ കയ്യിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനത് താഴേക്ക് വിട്ടതാണ്. കാരണം സ്റ്റിൽ ഇപ്പോഴും അവിടെ റിസപ്ഷൻ ഏരിയയിൽ നമ്മുടെ ഡെലിവറിയുടെ ആളുകളും അങ്ങനെ കുറേ ആളുകളൊക്കെ വെയിറ്റിംഗ് ആണ്. കാരണം ഡെലിവറിക്ക് വേണ്ടി വന്നിരിക്കുന്ന ആളുകളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ. അപ്പോൾ സൈറു ആദ്യമൊക്കെ ഞാൻ കയ്യിൽ നിന്ന് താഴെ വിട്ടപ്പോഴത്തേനും അവൾ കരഞ്ഞു. പിന്നീട് അവൾ ഞാൻ കയ്യിലൊക്കെ പിടിച്ച് നിർത്തിയപ്പോൾ അവൾ ഓക്കെ ആയി. അവൾ ഹാപ്പി ആയിട്ട് അവൾ ഓരോ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ട് ഹാപ്പിയായി ചിരിച്ച് കളിച്ച് നിൽക്കുകയാണ്. പക്ഷേ കയ്യിൽ പിടിക്കൽ നിർബന്ധമായിരുന്നു. പിന്നെ ഇപ്പോൾ ഓക്കെ ആയി. അവൾക്ക് നിന്ന് നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് മനസ്സിലായി, പ്രശ്നമൊന്നും ഇല്ലാന്ന് മനസ്സിലായപ്പോഴത്തേനും അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചിരിച്ച് കളിച്ച് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പുറത്ത് അവൾക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനെ അപ്പോൾ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സൈറുവിൻ്റെ ഓരോ ചിരിയും കളിയൊക്കെ കണ്ട് നിന്നപ്പോഴത്തേനും സാറയുടെ ബസ് വരുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു 11:45 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സാറയുടെ ബസ് വരികയാണ്. സാറ നല്ല ഉറക്കമായിരിക്കും ബസ്സിൽ. ആ ബസ് അവിടെ നിർത്തുമ്പോഴത്തേനാണ് സാറാനെ തട്ടി ഉണർത്തി പയ്യെ ഇറക്കി വിടുന്നത്. അപ്പോൾ നല്ല ഉറക്കമായിരിക്കും. സ്കൂളിൽ നിന്ന് കയറുമ്പോൾ ഉറങ്ങുന്ന സാറ ഏകദേശം ഒരു 1 hour ഉണ്ട്.
1 അവർ ഡിസ്റ്റൻസ് ഉണ്ട് സ്കൂൾ ബസ് എന്ന് വെച്ചാൽ കുട്ടികളെയൊക്കെ വിട്ട് പയ്യെ വരുമ്പോഴത്തേനും ആ ഒരു ടൈം എടുക്കും. അപ്പോൾ സാറൊക്കെ സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങാൻ സമയമുണ്ട്. സാറ മാത്രമല്ല, എല്ലാ കുട്ടികളും, ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും, എല്ലാ കുഞ്ഞു കുട്ടികളല്ലേ, KG1 KG2 അല്ലേ, അപ്പോൾ എല്ലാ കുട്ടികളും അതിൽ ഇരുന്ന് ഉറക്കമായിരിക്കും. സാറയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് സാറാനെ പയ്യനെ വിളിച്ചു വിട്ടു. സാറ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഉറങ്ങിയിട്ട് വരുന്നത് കൊണ്ട് തന്നെ വന്ന ഉടനെ ആൾ കുറച്ച് ഓക്കെയാണ്. അതിന് ശേഷം നമ്മളിപ്പം ബസ്സിലിരുന്ന് ഉറങ്ങാതെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ വന്ന ഉടനെ വീണ്ടും ടയേർഡായിട്ട് ഉറങ്ങിയാണ്. ഇത് ബസ്സിലിരുന്ന് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ആ ഉറക്കത്തിൻ്റെ ആ ഒരു പരിപാടി അങ്ങ് കഴിയും. അത് നല്ലതാണ്, 1 അവർ ഉറക്കം കിട്ടുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഇതാ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സാറയുടെ ഓരോ കുഞ്ഞു കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെയാണ്. സാറയുടെ കുളിയെ, ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ചായകുടി, ലഞ്ച്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ വെറുതെ ഒന്ന് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ അതിന് ശേഷം അവളിതാ ഉറക്കം വരുന്നതെന്ന് പറഞ്ഞ് സ്പീഡിൽ ഉറക്കം വരുന്നതെന്നൊക്കെ ചുമ്മാ ഡയലോഗ് അടിയേ ഉള്ളൂ. കാരണം ബസ്സിലിരുന്ന് നന്നായിട്ട് ഉറങ്ങുന്നത് കൊണ്ട് പിന്നെ അത്ര പെട്ടെന്നൊന്നും ഉറങ്ങുകയില്ല. പിന്നെ ചിലപ്പോൾ ഉറങ്ങും, ആഫ്റ്റർനൂൺ ഉച്ചയൊക്കെ കഴിയുമ്പോൾ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് ജസ്റ്റ് കിടന്നുറങ്ങാറുണ്ട്. ഞാനിതാ റൂമിലെത്തി സാറാനെ കുളിപ്പിച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അതിന് ശേഷം അവളുടെ ഫുഡ്, അവൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 1 ഗ്ലാസ് പാലും അതുപോലെ തന്നെ ഒരു ദോശ. ഞാൻ അത്യാവശ്യം കുറച്ച് മുഴുപ്പുള്ള ദോശ ഒഴിച്ച് എല്ലാം ചുട്ടെടുത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അത്യാവശ്യം മുഴുപ്പുള്ള ദോശ. അതെന്താണെന്ന് വെച്ചാൽ സോഡാപ്പൊടിയും ഉപ്പും കലക്കിയ മാവ് എടുത്തത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 1.5 ദോശ എന്ന് പറയുന്നത് ഞാൻ 1 ദോശയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് അത് കഴിപ്പിക്കാമല്ലോ. അപ്പം 1 ദോശ എന്നൊക്കെ പറയുമ്പോഴത്തേനും സൈസും മുഴുപ്പൊന്നും നോക്കുകയില്ല. 1 ദോശ മതി എന്ന് പറയുമ്പോൾ അത് 1.5 ദോശ, 2 ദോശയുടെ മുഴുപ്പിൽ ഞാനിതാ 1 ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ദോശ അത്യാവശ്യം മുഴുപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചായയും ദോശയും എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ചൂട് ചായ ഞാൻ ഒഴിച്ച് മാറ്റി വെച്ചു. അത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് പയ്യല്ലേ തണുക്കത്തുള്ളൂ. അപ്പോൾ ചൂടാറിയാലും ഒന്ന് ചൂടാക്കിയൊക്കെ കൊടുക്കുക. ചെറു ചൂട് വേണം, അവൾക്ക് തീരെ തണുത്ത പാൽ ഇഷ്ടമല്ല. അപ്പോൾ ചെറിയ ചൂട് വേണം. അപ്പോൾ അവളുടെ പാല് ഞാനെടുത്ത് സൈഡിൽ വെച്ചെങ്കിലും കുറേ കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. ആദ്യം അവൾക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തത് 1 ദോശയും കുറച്ച് സാമ്പാറുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനിതാ എൻ്റെ കുക്കിങ്, ഇന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യണമല്ലോ. ഞാനും 2-3 ദിവസമായി ചോറൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൽ നിന്ന് ഇനി ബാക്കിയുള്ള വെജീസ് എന്താണെന്ന് നോക്കിയപ്പോൾ കുറച്ച് ബീൻസാണ് ഇരിക്കുന്നത്. അപ്പോൾ ബീൻസും സവോളയും പച്ചമുളക്, കറിവേപ്പില, അപ്പോൾ ബീൻസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഐറ്റംസ് ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് വെച്ചു. പിന്നെ ഇതാ ഫ്രീസറിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് ഫ്രീസായിട്ടിരിക്കുകയായിരുന്നു. അതും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മെൽറ്റാവാനായിട്ട് മാറ്റി വെച്ചു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ചോറും അതുപോലെ തന്നെ രാവിലെ ചോറ് വെച്ചായിരുന്നു, ചോറും ചിക്കൻ ഫ്രൈയും ബീൻസും മെഴുക്കുവരട്ടിയും അങ്ങനെ പപ്പടം പൊരിച്ചതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് ശേഷം സാറ എന്ത് ചെയ്തു, ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചതിന് ശേഷം അവൾക്ക് സ്നാക്സ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളുടെ സ്നാക്ക് ബോക്സ് തുറന്നപ്പോഴത്തേനും അവളുടെ സ്നാക്ക് ബോക്സിൽ ബാക്കി ഉണ്ടായിരുന്ന ലെഫ്റ്റ് ഓവർ ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവളുടെ സ്നാക്ക് ബോക്സിലത്തെ ഐറ്റം തന്നെ ഞാൻ അവൾക്ക് കൊടുത്തു. സാറ ഇതാ കുളിച്ച് മുടിയൊക്കെ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് മുടിയൊക്കെ ഞാൻ കുറേ നേരം അഴിച്ചിടും. പിന്നെ ഉണങ്ങിയതിന് ശേഷം ഞാൻ കെട്ടിക്കൊടുക്കത്തുള്ളൂ. പിന്നെ സാറയുടെ സ്നാക്ക് ബോക്സിലുണ്ടായിരുന്ന ഗ്രേപ്സും കാര്യങ്ങളും ഒക്കെ സൈറുവിന് ഞാൻ കൊടുത്തു. അതിന് ശേഷം മക്കൾ സാറ കുറച്ച് നേരം കാർട്ടൂൺ വെച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാ കാർട്ടൂൺ വെക്കുന്നതിനിടയിൽ എൻ്റെ വീഡിയോ പാസ് ചെയ്തു പോയി. അപ്പോൾ അത് വെച്ച് തരട്ടേടാന്ന് ചോദിച്ചപ്പോഴത്തേനും കൊച്ചിന് അത് വേണ്ടാന്ന് കൊച്ചു പറഞ്ഞു. അപ്പോൾ അത് അപ്പം വേണ്ടാന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അവൾക്ക് വേണ്ട, അവൾ ആവശ്യപ്പെട്ട സംഭവം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അവൾ ഏതോ ഒരു കാർട്ടൂൺ എന്നോട് പറഞ്ഞു. അപ്പോൾ അവൾ ആവശ്യപ്പെട്ട സംഭവം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഷോർട്സുകളിലെല്ലാം എൻ്റെ ഡിഷസിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ഈ ഒരു സംഭവം വെക്കാറുണ്ട്. അപ്പോൾ അതെന്താന്നൊക്കെ എന്നോട് നേരിട്ടും അതുപോലെ തന്നെ പലരും കൂടുതലും നേരിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നേരിട്ട് എന്നെ അറിയാവുന്നവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവായിട്ടുള്ള എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാളിറ്റി ടീ ആണ്.
അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡ്രൈഡ് ടീ ലീവ്സ് ആണ്. അപ്പോൾ ഇത് ഇക്കാടെ കൊളീഗ് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പം അത് 2 ബൗളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബൗളെന്ന് പറയുന്നത് നമ്മൾ ചെറിയ രീതിയിലൊക്കെ യൂസ് ചെയ്തു, മറ്റേത് പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇരിക്കണം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. ഇത് ഫൈൻ പൗഡർ അല്ല, ഡ്രൈഡ് ലീവ്സ്, അതായത് ടീയുടെ ഡ്രൈഡ് ലീവ്സ്. അപ്പോൾ ഈ ബോട്ടിലാണ് ടീ കിട്ടിയത്. അപ്പോൾ എല്ലാവരുടെയും ചോദിച്ചവരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നതാണ് സംഭവം എന്ന്, പക്ഷേ ഇപ്പോഴാണ് കാണിക്കുന്നത്. അതിന് ശേഷം ഇതാ ഞാൻ ചിക്കൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് എന്ത് ചെയ്തു, കറിക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ചിക്കൻ എന്ന് പറയുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ചിക്കൻ ഞാൻ എന്ത് ചെയ്തു, ഫ്രൈക്ക് വേണ്ടിയിട്ട് മാറ്റി. അങ്ങനെ ചിക്കൻ എന്ത് ചെയ്തു, ഞാൻ ഫ്രൈക്ക് വേണ്ടി മാറ്റി. അതുപോലെ തന്നെ കറിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് ശേഷം പിന്നീട് ഞാൻ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ പത്തിരിയല്ല, നൈസ് പത്തിരിയല്ല, നമ്മുടെ തിക്ക് പത്തിരി ഉണ്ടല്ലോ, കയ്യ റൊട്ടി, അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും, അതായത് കൈ ഒറോട്ടി തിക്ക് പത്തിരിയും ചിക്കൻ കറിയുമാണ് ഇന്ന് വെക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയില്ല. എന്താണെന്ന് വെച്ചാൽ അതിനിടയിൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. എനിക്ക് എന്താ പറയുക, ലഞ്ച് ടൈം നോക്കിയപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ കയറാൻ പോയപ്പോൾ ഒരു 2-2:30 മണിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോഴത്തേനും ഏകദേശം ഈവനിങ് ആകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ലഞ്ച് എടുത്ത സാധനങ്ങളെല്ലാം, ബീൻസും കാര്യങ്ങളും എല്ലാം തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി വെച്ചു. ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നില്ല, ലഞ്ച് പ്രിപ്പറേഷൻ സ്കിപ്പ് ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്തു, ഈവനിങ് കുറച്ച് ഹെവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ചിക്കൻ ഈവനിങ് ഡിന്നറിന് ചിക്കൻ കറിയും വെക്കാം, അതുപോലെ തന്നെ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്കൊരു ലഞ്ച് മേടിച്ചു, ഹോം ഡെലിവറി. ഒരു പൊതിച്ചോറ് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ഇതാണത്, എനിക്ക് എൻ്റെ പൊതിച്ചോറ് കിട്ടി. അപ്പം ലഞ്ചും അതുപോലെ തന്നെ ലഞ്ച് ഹെവി ആയിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഡിന്നറും കുക്ക് ചെയ്യാനായിട്ടൊരു മൂഡില്ല. അതുകൊണ്ട് തന്നെ ലഞ്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഡിന്നർ നല്ല രീതിയിൽ ടൈം എടുത്ത് കുറച്ച് നന്നായിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പത്തിരി വെട്ടിത്തിളച്ച ചൂടുവെള്ളത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ സാൾട്ട് വിട്ടു. അതിന് ശേഷം പൊടി വിട്ട് ഞാൻ അടച്ചു വെച്ച് മൂടി വെച്ചു. പൊടി വെന്തതിന് ശേഷം നന്നായിട്ട് തട്ടിപ്പൊത്തി ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കൈറൊട്ടി ഉണ്ടാക്കുന്നത്, തിക്ക് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അത് ഒരു പിടി തേങ്ങയും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ട് നമ്മൾ ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ കുഴച്ച് പ്രസ് ചെയ്ത് ചുട്ടെടുക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓപ്പൺ ചെയ്യുകയാണ്. എൻ്റെ ലഞ്ചെന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത എൻ്റെ പൊതിച്ചോറെന്ന് പറയുന്നത്, ഞാനൊരു 2-2:30 ആയപ്പോഴത്തേനാണ് പൊതിച്ചോറ് വിളിച്ച് ചോദിച്ചത്. അപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ വിളിച്ചത്. പക്ഷേ വീക്ക് ഡേ ആയതുകൊണ്ട്, വീക്കെൻഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവത്തില്ലായിരുന്നു, വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ എന്താണേലും കിട്ടി. ഞാനിതാ ഒരു കൈ കൊണ്ട് ഫോണും ഒരു കൈ കൊണ്ട് സംഭവം അത് ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു പൊതിച്ചോറ് വാങ്ങിക്കുകയാണെങ്കിൽ, വില നല്ല അഫോർഡബിൾ പ്രൈസാണ്. ഒരു പൊതിച്ചോറ് വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 2 പേർക്ക്, 2 വലിയവർക്ക് കഴിക്കാനായിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പം ഞാനും സാറായും ഈ ഒരു പൊതിച്ചോറിൽ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പൊതിയൊക്കെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം പപ്പടം മാറ്റി വെച്ചു, പിന്നെ തൈര്, അത് കഴിഞ്ഞ ശേഷം പായസം, പിന്നെ പൊതിച്ചോറാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ കറികളുണ്ട്. അത് കൂടാതെ വേറെ സെപ്പറേറ്റും ഫിഷ് കറിയും സാമ്പാറും ഒക്കെ അവർ സെപ്പറേറ്റ് വേറെയും തരും. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കെന്തോ ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാനായിട്ട് നല്ല മൂഡായിരുന്നു. പെട്ടെന്ന് കുക്ക് ചെയ്യാനുള്ള ഒരു ടൈം ഇത്രയായെന്ന് കണ്ടപ്പോഴത്തേനും ഇനി കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് എനിക്കിപ്പോഴേ വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുക്ക് ചെയ്ത് കഴിച്ച് അത്രയും നേരം വിശന്നിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ കുക്കിംഗ് അങ്ങ് സ്കിപ്പ് ചെയ്തു. കാരണം ബീൻസൊക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം വേവ് സമയം എടുക്കും. പിന്നെ ചിക്കനാണെങ്കിലും അത്യാവശ്യം സമയം എടുക്കുമല്ലോ ഒന്ന് പൊരിച്ച് വരാനൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, സാമ്പാറും മീൻകറിയൊക്കെ തുറന്ന് സൈഡിലേക്കാക്കി. അതിന് ശേഷം നമ്മുടെ ഇനി ഓപ്പൺ ചെയ്യാൻ പോകണം നമ്മളെ പൊതിച്ചോറ്, നല്ല അടിപൊളിയായിട്ടുള്ള പൊതിച്ചോറ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊതിച്ചോറ്. അപ്പം നമ്മളെന്നും കുക്കിംഗ് ആകുമ്പോഴത്തേനും ഇതുപോലെ ഗ്യാപ്പ് എടുക്കും. ഇതുപോലെ ഗ്യാപ്പ് എടുത്തിട്ട് ആഴ്ചയിൽ ഒന്നൊക്കെ ഇതുപോലെ ഗ്യാപ്പൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു ഫ്രീ ആണ്, ഒരു റിലാക്സേഷനാണ്. പിന്നെ അതുമല്ല, നമുക്കിപ്പോൾ എന്നും നമ്മളുണ്ടാക്കിയ ഫുഡ് കഴിച്ച്
കഴിച്ച് നമുക്ക് പുറത്തുനിന്ന് ഇതുപോലത്തെ ചോറും കറിയൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോൾ അതും എനിക്കിങ്ങനെ ഇടയ്ക്ക് പുറത്തുനിന്ന് വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ചോറും കറിയൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കും. എൻ്റെ ഫുഡ് തന്നെ കഴിച്ച് എനിക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വെറൈറ്റിയൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കടവത്തൂർ റെസ്റ്റോറൻറ്റാണ്. ഇതുപോലത്തെ പൊതിച്ചോറ്, പൊതി ബിരിയാണി, അതുപോലെ തന്നെ അങ്ങനെയുള്ള നാടൻ ചോറും കറിയും അങ്ങനെയൊക്കെ ഞങ്ങളിപ്പം കൂടുതലായിട്ടും ഞങ്ങൾ കൂടുതലായിട്ട് പുറത്ത് പോയി കഴിക്കൽ ഡിന്നറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ കടവത്തൂർ റെസ്റ്റോറൻറ്റ് ഉള്ളത് കൊണ്ട് ഇതുപോലത്തെ ലഞ്ച് ഐറ്റംസ് ഇടയ്ക്ക് കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നുമ്പോൾ ഇടയ്ക്ക് ഹോം ഡെലിവറി ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. ആ പൊതിച്ചോറ് ഞാൻ ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ഓംലെറ്റ് ഉണ്ടായിരുന്നു, ഒരു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ബീട്രൂട്ട് പരമായിട്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു, തേങ്ങാ ചമ്മന്തി, പയറ് തോരൻ, പച്ചടി, കിച്ചടി, സാമ്പാർ, അവിയൽ, ഫിഷ് കറി, അങ്ങനെ ഒരുപാട് ചോറും കറികളും. ചോറെന്ന് പറയുന്നത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാൻ വയറ് നിറച്ച് കഴിച്ച് അതിന് ശേഷം ഞാൻ ഇപ്പം സാറ പറഞ്ഞു, സാറ എന്തൊക്കെയോ കഴിച്ചായിരുന്നു, ഇതും പാലും ദോശയും സാമ്പാറും എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് സാറയ്ക്ക് വിശപ്പില്ല, ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അമ്മ കഴിച്ചിട്ട് മതി, ഉച്ച കഴിഞ്ഞ് ചോറ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതാ കുറച്ച് ഒരു സൈഡിൽ നിന്ന് എനിക്ക് വയറ് നിറയുന്ന അത്രയും ഞാനെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ്സിനുള്ളിൽ വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ 10 മിനിറ്റ്സ്, അപ്പം നമുക്ക് നല്ല വിശന്നിരിക്കുന്ന സമയമായതുകൊണ്ട് വിശപ്പോട് കൂടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ വളരെ വിലയൊന്നും അത്ര എക്സ്പെൻസീവ് അല്ല, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളിതാ എൻജോയ് ചെയ്ത് നമ്മുടെ നാടൻ പൊതിച്ചോറ് അടിപൊളിയായിട്ട് കഴിക്കുകയാണ്. അതിനുശേഷം പൊതിച്ചോറൊക്കെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഞാനിതാ കുക്കിങ്ങിലേക്ക് കയറി. അപ്പോൾ ഞാൻ എൻ്റെ കൈറൊട്ടിയുടെ മാവ് എല്ലാം വെന്ത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഒരു പിടി തേങ്ങ ആക്കി ഇട്ട് കൊടുത്ത് ചൂടൊക്കെ ആറിയതിന് ശേഷം നന്നായിട്ട് കുഴച്ച്, ചൂടുവെള്ളമൊക്കെ തൊട്ട് നന്നായിട്ട് കുഴച്ച് മാവ് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വലിയ കൈറൊട്ടി ആയതുകൊണ്ട് തന്നെ തീരെ നൈസ് പത്രിയുടെ അത്രയും ചെറിയ ബോൾസ് അല്ല, കുറച്ച് സൈസായിട്ടുള്ള ബോൾസാക്കി ഉരുട്ടി എടുത്തതിന് ശേഷം പ്രസ് ചെയ്യാം. അപ്പോൾ സാറാക്ക് ചോറ് വാരി കൊടുക്കാൻ പോയപ്പോൾ സാറ സെറ്റിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ സാറയ്ക്കുള്ള ഫുഡ് ഞാൻ മാറ്റി വെക്കാം, ഈ ഒരു ചെറിയ പോർഷനും കൂടെ കഴിച്ചിട്ട് മോൾക്കുള്ള പോർഷൻ ഞാൻ മാറ്റി വെക്കാം, അവൾ ഉണരുമ്പോഴത്തേനും വാരി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് സാറായുടെ ഫുഡ് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നന്നായിട്ട് നമ്മുടെ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട്, കൗണ്ടർ ടോപ്പ് നല്ല ക്ലീനാക്കി, നല്ല തുടച്ച് നല്ല ക്ലീനാക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു. നല്ല വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കുറച്ച് പച്ചവെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ കുഴച്ച് നല്ല സോഫ്റ്റാക്കി മാവ് തേങ്ങ ആക്കിയിട്ടായിരുന്നു, കുറച്ച് കൂടുതൽ തേങ്ങ ആക്കിയിട്ടു. അതിന് ശേഷം ഞാനിത് പ്രസ് എടുത്തു. അതിന് ശേഷം മാവ് ഓരോ വലിയ ബോൾസ് ആക്കിയിട്ട് ഓരോന്നായിട്ട് പ്രസ് ചെയ്ത് ചുട്ട് ഗ്യാസ്ട്രോളിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ ഞാൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, ഡിന്നർ ഇച്ചിരി ഹെവി ആക്കാം എന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു സന്തോഷം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, എനിക്കിതാ എബോവ് 900 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ടിട്ടാണ്. അപ്പോൾ ഉടനെ തന്നെ ഇൻഷാ അല്ലാഹ് 1K അടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഉണ്ട്, അത് നിങ്ങളോട് ഞാനൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. എന്തായാലും 900 എബോവ് സബ്സ്ക്രൈബേഴ്സായി, ഒരുപാട് സന്തോഷം. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോഴത്തേനും ഒരു സാറ്റർഡേ സൺഡേയോട് കൂടിയിട്ടൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും, 1K ആവാൻ പറ്റും എന്നാണ് ഒരു പ്രതീക്ഷയുണ്ട്. അറിയില്ല, നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ അതിന് ശേഷം പത്തിരിയുടെ കയ്യറോട്ടിയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് സൈഡാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. തക്കാളി, സവോള, അതുപോലെ തന്നെ കറിവേപ്പില, ഗ്രീൻ ചില്ലി. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും എടുക്കുന്നില്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ റെഡിമെയ്ഡേ ചേർക്കുന്നുള്ളൂ, ഇന്നങ്ങനെ ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചിക്കൻ
കറി വെക്കാനുള്ള ഫ്രൈ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് 1 hour ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇങ്ങനെ വെക്കുമ്പോഴത്തേന് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും. പിന്നെ ഉള്ളിൽ ചിക്കൻ്റെ അകത്തുള്ള വെള്ള കളറിഞ്ഞുള്ള ആ പോർഷനൊക്കെ നമ്മൾ അവിടെയും കൂടെ നന്നായിട്ട് എരിവൊക്കെ കയറി പിടിച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ചിക്കൻ വെക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ചിക്കൻ കറി വെക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും ഇതുപോലെ കുഴച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു കൊച്ചു ഹോം വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കുക്കിങ്ങും അതുപോലെ തന്നെ എൻ്റെ കൊച്ചു വിശേഷങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.